നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സക്സസ് മന്ത്രയിലൂടെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രപഞ്ചത്തിന്റെ വലിയ എനർജിയെ ആകർഷിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അപാരമായ ശക്തിയെ തിരിച്ചറിയുക എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി നമ്മുടെ ഋഷിമാർ രഹസ്യമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വലിയ അറിവാണ്. ആജ്ഞാചക്രത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അന്തർദൃഷ്ടിയുടെ രഹസ്യം. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണം. വെറും 3 സെക്കൻഡിലേക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണുകൾ പതുക്കെ അടച്ച് നിങ്ങളുടെ 2 പുരികങ്ങൾക്കിടയിലുള്ള ആ ഭാഗത്ത് മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1 2 3. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നേരിയൊരു മർദ്ദമോ അല്ലെങ്കിൽ ഒരു മിന്നലോ അനുഭവപ്പെട്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതാണ് നിങ്ങളുടെ സജീവമാകാൻ കാത്തു നിൽക്കുന്ന ആജ്ഞാചക്രം അഥവാ ശിവന്റെ 3ാം കണ്ണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ പറയാതെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് അത് മനസ്സിലാകുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ കോൾ വന്നിട്ടുണ്ടോ? ഇതെല്ലാം വെറും യാദൃശ്ചികതയല്ല, നിങ്ങളുടെ ഉള്ളിലെ ഈ അന്തർദൃഷ്ടി പ്രവർത്തിക്കുന്നതാണ്. ഈ ശക്തിയെ പൂർണ്ണമായും ഉണർത്താൻ നമ്മുടെ മഹത്തായ യോഗികൾ കണ്ടെത്തിയ 3 താക്കോലുകളുണ്ട്. 1. പവിത്രമായ മൗനം. 1. ഫോൺ ഓഫ് ചെയ്താൽ കിട്ടുന്ന ശാന്തതയല്ല ഇത്. നിങ്ങളുടെ ചിന്തകൾക്കിടയിലുള്ള ആഴത്തിലുള്ള ശൂന്യതയാണ്. 2. ബോധപൂർവമുള്ള ശ്വാസം. നമ്മുടെ ശ്വാസം എന്നത് ഈ ലോകത്തിനും അദൃശ്യ ലോകത്തിനും ഇടയിലുള്ള ഒരു പാലമാണ്. ശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. 3. ഏകാഗ്രമായ ധ്യാനം. നിങ്ങളുടെ ശ്രദ്ധ ഒരു ലേസർ പോലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. ഈ 3 താക്കോലുകളും ഉപയോഗിച്ച് നിങ്ങളുടെ ആജ്ഞാചക്രം ഉണർത്താനുള്ള വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ധ്യാന രീതിയാണ് 7 ദിവ്യശ്വാസങ്ങൾ. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ശാന്തമായൊരിടത്തിരിക്കുക. നിങ്ങളുടെ ഉദ്ദേശവും പൂർണ്ണ വിശ്വാസവും മാത്രം മതി. 1ാമത്തെ ശ്വാസം. മനസ്സിൽ 1 മുതൽ 4 വരെ എണ്ണി ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശരീരത്തിൽ ഒരു സ്വർണ്ണ വെളിച്ചം നിറയുന്നതായി സങ്കല്പിക്കുക. ഇനി 7 വരെ എണ്ണുന്നതുവരെ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ശേഷം 8 വരെ എണ്ണി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ റിലാക്സ് ആയിരിക്കുന്നു. 2ഉം 3ഉം ശ്വാസങ്ങൾ ഇതേ രീതിയിൽ തന്നെ വീണ്ടും ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കൺപോളകൾക്ക് ഭാരം കൂടുകയും എന്നാൽ മനസ്സ് കൂടുതൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. 4ഉം 5ഉം ശ്വാസങ്ങൾ. യഥാർത്ഥ മാന്ത്രികത ഇവിടെ തുടങ്ങുന്നു. നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്തൊരു മർദ്ദമോ അല്ലെങ്കിൽ അടച്ച കണ്ണുകൾക്ക് പിന്നിൽ ചില നിറങ്ങളോ നിങ്ങൾക്ക് കണ്ടേക്കാം. ഭയപ്പെടരുത്, നിങ്ങളുടെ ആജ്ഞാചക്രം സജീവമാകുന്നു എന്നാണ് ഇതിനർത്ഥം. 6ഉം 7ഉം ശ്വാസങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ശാന്തനാണ്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, എന്നാൽ ഉറക്കത്തിനും ഉണർവിനുമിടയിലുള്ളൊരവസ്ഥയിലാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ലഭിക്കുന്ന ഉത്തരങ്ങൾക്കും തോന്നലുകൾക്കും കാതോർക്കുക. ഈ ശക്തി വികസിപ്പിക്കുമ്പോൾ സംശയം, ഭയം, അക്ഷമ എന്നീ പരീക്ഷകൾ നിങ്ങളെ തേടി വരും. ഞാൻ ശരിക്കും കണ്ടതാണോ
അതോ എൻ്റെ തോന്നലാണോ എന്ന് സംശയം വരും. പെട്ടെന്ന് ഫലം കിട്ടാൻ അക്ഷമ തോന്നും. എന്നാൽ ഇതൊരു പൂന്തോട്ടം പോലെയാണ്. നമ്മൾ ദിവസവും വെള്ളമൊഴിച്ച് പതുക്കെ വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 10 മിനിറ്റ് ഇത് പരിശീലിക്കുക. നിങ്ങളുടെ ഈ അന്തർദൃഷ്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആളുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങൾ ആകർഷിക്കപ്പെടും. പ്രപഞ്ചം നൽകുന്ന സൂചനകൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഈ വലിയ ശക്തി ഉണർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐ ആം റെഡി ടു എവേക്ക് മൈ പവർ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ വലിയ ശക്തി ഉണർത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പോസിറ്റീവായി രേഖപ്പെടുത്തുക. കൂടുതൽ പോസിറ്റീവ് എനർജിയും അറിവുകൾക്കുമായി സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.